ഓ എന്നാലും എന്റെ പൊന്നുമോനെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്റെ തിരക്ക്. നിങ്ങൾ പിന്നെ ഇത്രയും കിടന്ന് വിളിച്ചോണ്ടാ അവളെയും പിള്ളേരെയും പോലും കൂട്ടാതെ ഞാനിങ്ങ് പോകുന്നത്. അവിടെ വിഷമം കൊണ്ട് പറയുന്നതാ, നീ അന്ന് അത്ര വലിയ കാര്യമാക്കണ്ട. അച്ഛാ, നിങ്ങളെയും ഈ നാടും ഒക്കെ വിട്ട് പിരിഞ്ഞ് നിൽക്കുന്നതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനാ. തന്നെയല്ല, ഉടനെ ഒന്നും ഇനി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാരമില്ല മോനെ, നിങ്ങൾ സുഖമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. പിന്നെ ഒരാപത്ത് വന്നാല് ഓടി വരാൻ ഒരു മനുഷ്യരും ഇല്ല. ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അതൊക്കെ എനിക്ക് അറിയാമേ. അതുകൊണ്ടല്ലയോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാടാ? വല്ല ബംഗാളി വല്ലതും ആയിരിക്കും. ബംഗാളിയും ബീഹാറിയും ഒന്നും അല്ല, ഇത് സെറ്റപ്പ് വേറെയാ. ഞാൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. മിസ്റ്റർ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ, കയറി വരൂ. ഹലോ ബോസ്. ഇവനാണ് AI റോബോട്ട് എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. ലേറ്റസ്റ്റ് AI ടെക്നോളജി നിർമ്മിച്ചതാ. മനുഷ്യനേക്കാൾ നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇവന് കഴിയും. അമേരിക്കയിൽ ഇവരിപ്പോ സർവ്വസാധാരണമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയിൽ ഇവനുൾപ്പെടെ 100 എണ്ണത്തെ നിർമ്മിച്ച് ഞാൻ ഒരെണ്ണം ഇങ്ങ് വാങ്ങിച്ച് നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആള് നിസ്സാരക്കാരനൊന്നുമല്ല. അമേരിക്കയില് $50,000 നമ്മുടെ നാട്ടില് 50 ലക്ഷം രൂപയോളം വരും. നമസ്തേ. ഈ സാധനം കടിക്കുവോ? അവനൊരു പാവം അച്ഛൻ. നമസ്തേ. ആഹാ, ഇവന് മലയാളമൊക്കെ അറിയാമല്ലോടാ മോനെ. അതൊക്കെ അവിടെ വെച്ച് തന്നെ ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. മിസ്റ്റർ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ, യെസ് ബോസ്. കമോൺ. ഇവിടുത്തെ ജോലികൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബോസ്. കണ്ടോ, നല്ല ഗുരുത്തമുള്ള റോബോട്ടാ. എന്തോ കണ്ടാലും തൊട്ട് നെറ്റിക്ക് വെക്കുവേ. അമ്മ, അത് ഗുരുത്വത്തിന്റെ ഒന്നും അല്ല, അവന്റെ പ്രോസസർ അവിടെ ഇരിക്കുന്നത്. അവനത് സ്വയം പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഇവന് പാചകം ചെയ്യാൻ വല്ലതും അറിയാവോ? ചോറും കറിയൊക്കെ വെക്കാൻ അറിയാം. പിന്നെ പുട്ട്, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി ഇതൊക്കെ വെക്കാൻ അറിയാം. പിന്നെ ചായ, കാപ്പി ഒക്കെ ഇടും. അമ്മ പേടിക്കണ്ട. ആള് മിടുക്കനാണല്ലോ. താങ്ക് യു. ഇത് ചൂല്, മുറ്റം അടിക്കാൻ ഉപയോഗിക്കുന്നത്. അറിയാം ബോസ്. അമേരിക്കയിൽ വെച്ചിട്ട് ഒരു ദിവസം മാഡം ഇതുപോലെ സാധനം വെച്ചിട്ടല്ലേ ബോസിന്റെ തലക്കടിച്ചത്. മിസ്റ്റർ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ, അതങ്ങ് അമേരിക്ക, ഇത് ഇന്ത്യ. അമേരിക്ക വെച്ച് നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ അവതരിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറന്നേക്ക്. ഓക്കെ ബോസ്, എല്ലാം മറന്നു കഴിഞ്ഞു. ചൂലെടുത്തൊന്ന് മുറ്റം അടിച്ച് കാണിക്ക്. നീ ഈ മുറ്റം പോലെ ഇനി ബാക്കി വെച്ചേക്കൂ. നിങ്ങൾക്കല്ലേലും ആരെയാ മനുഷ്യനെ പിടിക്കുന്നത്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവനെ. നല്ല കുടുംബത്തിൽ പിറന്ന റോബോട്ട്. നോക്കിക്കാട്ടെ, മിറ്റമടിക്കുന്ന രീതിയൊക്കെ നോക്കിക്കേ.